എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ ഇപ്പൊ ടീം 7 അവരാണെങ്കിൽ ഒരു നൈറ്റ് മിഷനിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. അതായത് ഏതൊക്കെയോ ചില വില്ലന്മാര് ഗ്രാമത്തിലേക്ക് എത്തി ആരൊക്കെയോ അറ്റാക്ക് ചെയ്യുകയാണ്. അവരെ കണ്ടെത്തുക എന്നതാണ് അവരുടെ മിഷൻ. നമ്മുടെ ആൾക്കാരാണെങ്കിൽ അങ്ങനെ പതുങ്ങി നിൽക്കുകയാണ്, ആ വില്ലന്മാർക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത്. അടുത്ത നിമിഷം മുകളിലായിട്ട് ഒരു ഫ്ലെയറിന്റെ വെളിച്ചം കാണുകയാണ്. അവർ ആ വെളിച്ചം കണ്ട ഭാഗത്തേക്ക് പാഞ്ഞു വരും. അവിടെ ഒരു എക്സ് ഷിനോബി അങ്ങനെ ചെറിയ തോതിൽ പരിക്കൊക്കെ പറ്റി വീണ് കിടക്കുകയാണ്. ആൾക്കാണെങ്കിൽ ഇപ്പൊ ബോധമില്ല. ആളൊരു വിങ് സ്റ്റൈൽ യൂസർ ഷിനോബിയാണ്. നമ്മുടെ ആൾക്കാരാണെങ്കിൽ അവനെ താങ്ങിയെടുത്ത് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകും. അതിനുശേഷം കാര്യങ്ങളെല്ലാം പോലീസിൽ റിപ്പോർട്ട് ചെയ്യാണ്. ഉടനെ പോലീസ് ആണെങ്കിൽ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അന്വേഷിച്ച് നമ്മുടെ ആൾക്കാരോട് പറയും, പരിക്ക് പറ്റിയവരുടെ പരിക്കുകളൊന്നും സാരമല്ല, വളരെ മൈൽഡ് ആയിട്ടുള്ള അറ്റാക്ക് മാത്രമാണ് സംഭവിച്ചത്. ആക്ച്വലി അവർ അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചതല്ല, അവരുടെ ഡ്രസ്സ് മാത്രം കീറാനാണ് ശ്രമിച്ചത്. അതിൽ അവരുടെ ബോഡിയിൽ ചെറിയ തോതിൽ സ്ക്രാച്ച് പറ്റിയിട്ടുണ്ട്. ഇത്തരത്തിൽ സംഭവിച്ചിട്ടുള്ളവരെല്ലാവരും എക്സ് വിങ് സ്റ്റൈൽ യൂസേഴ്സ് ഷിനോബികളാണ്. സോ അവരെയാണ് ആരൊക്കെയോ ചേർന്ന് ടാർഗറ്റ് ചെയ്യുന്നത്. അവരിൽ എന്തോ ഒന്ന് ആ വില്ലന്മാർ അന്വേഷിക്കുകയാണ്. അതെന്താണെന്ന് നമ്മൾ കണ്ടെത്തണം. മാത്രമല്ല സ്റ്റൈൽ യൂസേഴ്സ് ആയിട്ടുള്ള എക്സ് ഷിനോബികൾക്ക് നിങ്ങൾ എല്ലാവരും ചേർന്ന് സെക്യൂരിറ്റി കൊടുക്കണം. എങ്കിൽ മാത്രമേ ആ വില്ലന്മാരെ അവരെ പുറത്തു കൊണ്ടുവരാൻ പറ്റൂ. ബൊറൂട്ടോയ്ക്കാണെങ്കിൽ അത് കേട്ട് ടെൻഷനാവും. കാരണം വിങ് സ്റ്റൈൽ യൂസേഴ്സ് അവിടെ ഒരുപാട് പേരുണ്ട്. പോലീസ് പറയും കുറച്ച് ദിവസങ്ങൾ കൂടെ നിങ്ങൾ നൈറ്റ് ഇത്തരത്തിൽ പെട്രോളിംഗ് നടത്തണം. എങ്കിൽ മാത്രമേ അവരെ നമുക്ക് കണ്ടെത്താനാവൂ. അത് കേട്ട് ബൊറൂട്ടോയ്ക്ക് വീണ്ടും ഒരുപാട് വിഷമം തോന്നി അവർ പുറത്തേക്ക് വരികയാണ്. കാരണം ബൊറൂട്ടാൻ ടീം അവർ ഉറങ്ങിയിട്ട് ദിവസങ്ങളായി. അവരാണെങ്കിൽ ക്യാഷ്വലായിട്ട് ഇപ്പൊ ചില കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണ്. പക്ഷെ മീറ്റ്സുകയ്ക്ക് മാത്രം വളരെ വിഷമം. അവൻ ദൂരത്തായിട്ട് ഒരു ലേഡിയുടെ കയ്യിലുള്ള ക്യാറ്റിനെ നോക്കി ലോങ് സൈയൊക്കെ ഇട്ട് അങ്ങനെ നിൽക്കുകയാണ്. നമ്മുടെ ആൾക്കാരാണെങ്കിൽ കാര്യം തിരക്കും. അതിനവൻ പറയും, എന്റെ പെറ്റ് ക്യാറ്റിനെ കാണാനില്ല. നെക്സ്റ്റ് മിഷൻ മിസ്റ്റ് വില്ലേജിൽ പോയി വന്നതിന് ശേഷം അതിനെ ഞാൻ കണ്ടിട്ടേ ഇല്ല. ഒരുപാടിടത്ത് അന്വേഷിച്ചു, പക്ഷെ കാണാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ കൊവാക്കി ആണെങ്കിൽ അതിന്റെ നിറവും രൂപമൊക്കെ കറക്റ്റായിട്ട് ചോദിക്കും. അതിന് മീറ്റ്സുകയാണെങ്കിൽ അതിന് കറുപ്പും വെളുപ്പും ഇടകലർന്ന കളറാണ്. നെറ്റിയിൽ ചില മാർക്കൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് എക്സാക്റ്റ് ആയിട്ട് അതിന്റെ രൂപം പറഞ്ഞു കൊടുക്കും. ഉടനെ നമ്മുടെ ആൾക്കാർ ഓക്കെ, നമുക്ക് ആർക്കെങ്കിലും അതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിന്നെ അന്വേഷിക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ കടന്നു പോവാണ്. മീറ്റ്സുകയാണെങ്കിൽ അവർ പോയതിനു ശേഷം ഇപ്പോൾ ഒറ്റയ്ക്ക് അവൻ്റെ പൂച്ചയെ അന്വേഷിച്ച് ഓരോരോ സ്ഥലങ്ങളിലേക്ക് കടന്നു വരും. എല്ലാവരും അവനെ സഹായിക്കാം എന്ന് വാക്ക് കൊടുക്കുകയാണ്. അപ്പോഴാണെങ്കിൽ ഏതോ ഒരു പെൺകുട്ടി ഇപ്പോൾ ഫ്ലൂട്ട് വായിക്കുന്ന ശബ്ദം മീറ്റ്സുക കേൾക്കും. മീറ്റ്സുകയാണെങ്കിൽ ആ ശബ്ദം കേട്ട ഭാഗത്തേക്ക് വരികയാണ്. അപ്പം അവൻ കാണും അവൻ്റെ ക്യാറ്റ് അത് ആ പെൺകുട്ടിയുടെ കൂടെ ഇരിക്കുകയാണ്. മീറ്റ്സുകയാണെങ്കിൽ അവൻ്റെ സന്തോഷവും എക്സൈറ്റ്മെന്റും അത് കൺട്രോൾ ചെയ്യാൻ കഴിയാതെ ആ പൂച്ചയുടെ അടുത്തേക്ക് ഓടിയെത്തും. അവൻ ആ പൂച്ചയുടെ പേര് വിളിക്കും. ആ ക്യാറ്റ് ആണെങ്കിൽ ഇപ്പൊ അവന്റെ അടുത്തേക്ക് ഓടി വരികയാണ്. അവൻ സ്നേഹത്തോടു കൂടെ അതിനെ കയ്യിലെടുത്ത് ആ പെൺകുട്ടിയോട് പറയും, ഇത് എന്റെ പൂച്ചയാണ്. 5 ദിവസങ്ങളായിട്ട് ഇതിനെ കാണാനില്ല. ഞാൻ അന്വേഷിച്ച് നടക്കുമ്പോഴാണ് ഇവിടെ ഇവനെ കണ്ടെത്തിയെന്ന് പറയും. അതിന് ആ പെൺകുട്ടിയാണെങ്കിൽ പതിയെ എഴുന്നേറ്റ് തല താഴ്ത്തി നിൽക്കും. ആക്ച്വലി ഇതിനെ കിട്ടിയപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഞാനിതിന് പുതിയ പേരിട്ടു, ഭക്ഷണം കൊടുത്തു, വളരെ സ്നേഹത്തിൽ എന്റെ കൂടെ കൂട്ടി. ദിവസങ്ങൾക്ക് മുൻപാണ് മഴയത്ത് ഒറ്റപ്പെട്ടു പോയ പൂച്ചയെ എനിക്ക് എന്റെ കയ്യിൽ കിട്ടിയെന്ന് അവൾ പറയും. ഞാനിതിന് ഒരു നല്ല പേരിട്ടു. ആക്ച്വലി ഞങ്ങൾ ഇവിടേക്ക് വന്നിട്ട് വെറും 1 വർഷം മാത്രമേ ആയിട്ടുള്ളൂ. എനിക്ക് ആകെയുള്ളൊരു ഫ്രണ്ട് അത് ഇതാണെന്ന് പറയും. അതിന് മീറ്റ്സിക്കാണെങ്കിൽ ആ പൂച്ചയെ അവളുടെ കയ്യിൽ കൊടുക്കുകയാണ്. നിനക്ക് ഈ പൂച്ച ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും നിന്റെ കൂടെ വെക്കാം. ഇടയ്ക്ക് ഞാൻ വന്ന് ഇവളെ കാണുന്നൊക്കെ പറഞ്ഞ് അവരങ്ങനെ കാഷ്വലായിട്ട് സംസാരിച്ച് മുൻപോട്ടേക്ക് കടന്നു വരികയാണ്. അപ്പോഴായിരിക്കും ദൂരത്തായി മറ്റൊരു പയ്യൻ ഒരു ഉന്തുവണ്ടിയൊക്കെ വലിച്ച് അവിടേക്ക് വരിക. പിന്നെ ആ പെൺകുട്ടിയാണെങ്കിൽ മീറ്റ്സിയോട് പറയും, അതാണ് എൻ്റെ ബ്രദർ. ആക്ച്വലി ഞങ്ങൾ രണ്ടുപേരും വർക്കുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇവിടേക്ക് വന്നതെന്ന് പറഞ്ഞ് അവൾ മീറ്റ്സികയോട് യാത്ര പറഞ്ഞ് ഇപ്പൊ ബ്രദറിന്റെ അടുത്തേക്ക് വരും. അതിനുശേഷം മീറ്റ്സിക ആരാന്നുള്ള കാര്യം ബ്രദറിനോട് പറയാണ്. ആണെങ്കിൽ ആ കാര്യങ്ങളെല്ലാം കേട്ട് ടെൻസ്ഡ് ആവും. നിന്നോട് ഞാൻ 100 തവണ പറഞ്ഞില്ലേ ഷിനോബികളായിട്ട് കൂട്ടുകൂടാൻ പോകാൻ പാടില്ല എന്ന്. നമ്മളിവിടെ പുതുതായിട്ട് വന്നവരാണ്, ആരെയും നമുക്ക് നന്നായിട്ട് അറിയില്ല. സോ ബ്ലൈൻഡ് ആയിട്ട് ആരെയും വിശ്വസിച്ച് ആരുടെയും കൂടെ പോകാൻ പാടില്ല എന്ന് പറഞ്ഞ് അവനാണെങ്കിൽ ദേഷ്യപ്പെട്ട് അവളുമായിട്ട് അവിടുന്ന് കടന്നു പോകും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത അന്ന് നൈറ്റ് നമ്മുടെ ആൾക്കാരെല്ലാവരും വീണ്ടും സെക്യൂരിറ്റിക്ക് നിൽക്കുകയാണ്. അപ്പം മീറ്റ്സുക ലോങ് ഷോട്ടിലായിട്ട് ഒരു പെൺകുട്ടിയും ഒരു പയ്യനും അവർ 2 പേരും ചേർന്ന് ഒരാളെ അറ്റാക്ക് ചെയ്യുന്നത് കാണുകയാണ്. മീറ്റ്സുകയാണെങ്കിൽ ഞൊടിയിടയിൽ അവിടേക്ക് വന്ന് അവർ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കും. അവന്റെ ഒരു ശുരീങ്കനാണെങ്കിൽ ആ പെൺകുട്ടിയുടെ കയ്യിൽ തറച്ച് കയ്യിൽ പരുക്ക് പറ്റും. മീറ്റ്സുകയാണെങ്കിൽ അവരാരാണെന്ന് തിരിച്ചറിയാൻ കഴിയില്ല. അവൻ ഓടി ഓടി ഒരു ഷോപ്പിന് മുൻപിൽ വരുമ്പോഴായിരിക്കും അവൻ പാർക്കിൽ വെച്ച് കണ്ട ആ ഒരു ബ്രദറിനെ കാണുക. അവനാണെങ്കിൽ ഇവിടേക്ക് ആരെങ്കിലും ഓടി വന്നോ ചോദിക്കും. അതിനാ പയ്യൻ പറയും, അതേ ഞാൻ കണ്ടു, 2 പേര് അവര് ആ ഒരു വലിയ റൂഫിന്റെ മുകളിലൂടെ ചാടി ദൂരേക്ക് പോയെന്ന് പറയും. മീറ്റ്സുകയ്ക്കാണെങ്കിൽ
പയ്യനാണെങ്കിൽ എന്തോ ഒരു സംശയം തോന്നി അവൻ ചുറ്റും നോക്കുകയാണ്. അപ്പൊ അവൻ കാണും അവിടെ ബ്ലഡ് സ്റ്റെയിൻ. പയ്യനാണെങ്കിൽ അത് അവന്റെ കാല് വെച്ച് ഹൈഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ്. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത ആ ബ്രദറും സിസ്റ്ററും അവർ രണ്ടുപേരും അവരുടെ വീട്ടിലേക്ക് വരികയാണ്. ആ ബ്രദർ ആണെങ്കിൽ സിസ്റ്ററിനോട് പറയും, പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അവൻ നമ്മളെ തിരിച്ചറിഞ്ഞിട്ടില്ല, എത്രയും വേഗം നമ്മുടെ ടാർഗറ്റ് അത് കണ്ടെത്തി ഇവിടുന്ന് കടന്നു പോകണമെന്ന് പറഞ്ഞ് അവനാണെങ്കിൽ അവളുടെ മുറിവിൽ മരുന്നൊക്കെ വെച്ചു കൊടുക്കും. കട്ട് ചെയ്ത നെക്സ്റ്റ് ഡേ ഷിനോബികളെല്ലാം ഈ കാര്യങ്ങൾ അറിഞ്ഞ് ഇപ്പൊ പോലീസിന്റെ സഹായം തേടാനായി പോലീസ് സ്റ്റേഷന് മുൻപിൽ വന്ന് ബഹളം ഉണ്ടാക്കും. ഒരു ഭാഗത്ത് പോലീസുകാരാണെങ്കിൽ നമ്മുടെ ആൾക്കാരോട് ആ വില്ലന്മാരുടെ ചില അടയാളങ്ങൾ ചോദിക്കുകയാണ്. അതിന് ബൊറൂട്ടോ പറയും, കൃത്യമായിട്ട് ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞില്ല, മെയ്റ്റ്സുകയാണ് ആദ്യം അവിടേക്ക് എത്തിയത്, അവന്റെ തൊട്ടു പിന്നാലെ ഞങ്ങളും പോയി, അതിൽ ഒരാൾ പെൺകുട്ടിയാണെന്നും മറ്റൊരാള് ആണാണെന്നും അറിയാം, മറ്റൊന്നും ഞങ്ങൾക്ക് അറിയില്ല എന്ന് പറയും. പോലീസ് ആണെങ്കിൽ ആ ഡീറ്റെയിൽസ് എല്ലാം കളക്ട് ചെയ്ത് താങ്ക് യു വെരി മച്ച്, ഞങ്ങൾക്ക് ഇനിയും നിങ്ങളുടെ സഹായം ആവശ്യമാണ്, ആ ഒരു വില്ലന്മാരെ അവരെ കണ്ടെത്തുന്നത് വരെ നിങ്ങളുടെ നൈറ്റ് ഡ്യൂട്ടി അത് നിങ്ങൾ കണ്ടിന്യൂ ചെയ്യണമെന്ന് പറയും. കട്ട് ചെയ്താ ഇവിടെ റോസറി ഷോപ്പ് കാണിക്കും. അവിടെയാണെങ്കിൽ ഒരു അപ്പാപ്പൻ വന്ന് ചില സാധനങ്ങളൊക്കെ കളക്ട് ചെയ്യുകയാണ്. ആ അപ്പാപ്പനോട് ആ റോസറി ഷോപ്പിന്റെ ആള് ഇപ്പൊ ചോദിക്കും, ആ അപ്പാപ്പനോട് ആ റോസറി ഷോപ്പിന്റെ ഓണർ ചോദിക്കും, നിങ്ങളും ആക്ച്വലി ഒരു എക്സ് ഷിനോബി അല്ലേ? എക്സ് ഷിനോബികളെയാണ് ഇപ്പോൾ ആ വില്ലന്മാർ നോട്ടമിടുന്നത്, സോ നിങ്ങളും കെയർഫുൾ ആയിട്ടിരിക്കാൻ പറയും. അതിന് അപ്പാപ്പൻ പറയും, ഞാൻ അവിടെ ഓഫീസ് ഡ്യൂട്ടി മാത്രമാണ് ചെയ്തത്, സോ എന്നെ ഇത് അഫക്റ്റ് ചെയ്യില്ല എന്ന് പറഞ്ഞ് ആളങ്ങനെ കടന്നു പോകും. ഉടനെ മീറ്റ്സികയുടെ പൂച്ചയാണെങ്കിൽ ആ ഷോപ്പിന്റെ അടുത്ത് വരികയാണ്. പൂച്ചകളെ ഇഷ്ടമാണെന്ന് മീറ്റ്സികയോട് പറഞ്ഞ ആ ഷോപ്പിന്റെ ഓണർ ഇപ്പൊ മീറ്റ്സികയുടെ പൂച്ചയെ തന്നെ ഒരു കല്ലെടുത്ത് വലിച്ചെറിഞ്ഞ് അതിനെ അവിടുന്ന് ഓടിച്ചു വിടും. കട്ട് ചെയ്ത മറ്റൊരു ഭാഗത്ത് ആ പെണ്ണ് അവളാണെങ്കിൽ എന്തൊക്കെയോ കാര്യമായിട്ട് ചിന്തിച്ച് അങ്ങനെ ദൂരത്തേക്ക് നോക്കി നിൽക്കുകയാണ്. അടുത്ത നിമിഷം നമ്മുടെ മെയ്റ്റ്സിക അവിടേക്ക് കടന്നു വരും. ആണെങ്കിൽ ഇതൊന്നും അറിയാതെ അങ്ങനെ ഫ്ലൂട്ടൊക്കെ വായിച്ച് നിൽക്കുകയാണ്. മെയ്റ്റ്സിക ആണെങ്കിൽ അവളുടെ അടുത്തേക്ക് കടന്നു വന്ന് പറയും, നടക്കുന്ന ഈ പ്രശ്നങ്ങളുടെ എല്ലാ ഉത്തരവാദി അത് നീയും നിന്റെ ബ്രദറും ആണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ലാസ്റ്റ് നൈറ്റ് ഞാനത് കൺഫേം ചെയ്തതാണ്. നീ ഒന്നും എൻ്റെ മുൻപിൽ മറച്ചു വെക്കാൻ പാടില്ല, എല്ലാ സത്യങ്ങളും നീ എന്നോട് തുറന്നു പറയണം. അതിനവൾ പറയും, ആക്ച്വലി ഞങ്ങളുടെ പപ്പ അദ്ദേഹവും ഒരു ഷിനോബിയായിരുന്നു, വിങ് സ്റ്റൈൽ യൂസർ ആയിരുന്ന ആരോ ഒരാൾ അദ്ദേഹത്തെ കൊന്നു. പപ്പയുടെ മരണവുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് പേരോട് ഞങ്ങൾ സഹായം ചോദിച്ചു, പക്ഷെ ആരും ഞങ്ങളെ സഹായിച്ചില്ല. നെഞ്ചിൽ ഒരു ഇൻഡോ മാർക്കുള്ള വിങ് സ്റ്റൈൽ യൂസറാണ് അത് ചെയ്തത്. അതാരാണെന്ന് കണ്ടെത്താനാണ് വിങ് സ്റ്റൈൽ യൂസേഴ്സിനെ ഞങ്ങൾ ചെയ്ത് അവരുടെ പിന്നാലെ പോയി അങ്ങനെ ഒരു അടയാളം അത് അവരുടെ ബോഡിയിലുണ്ടോ എന്ന് ചെക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഞങ്ങളുടെ പപ്പ ഇല്ലാതാക്കിയ ആ കൾപ്രേറ്റിനെ അവനെ കണ്ടെത്തിയതിനു ശേഷം ഞങ്ങൾ ഇവിടം വിട്ടു പോകും. പിന്നീട് ആർക്കും നിങ്ങൾ കാരണം യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. അതിന് മീറ്റ്സിക്കാണെങ്കിൽ തീർത്തു പറയും, ഒരു കാരണവശാലും നിങ്ങൾ ഇനി യുദ്ധത്തിൽ ചെന്ന് ചാടാനായിട്ട് പാടില്ല, അവൻ ആരായിരുന്നെങ്കിലും അവരെ ഞങ്ങൾ കണ്ടെത്തുമെന്ന് പറയും. അതിനാ പെണ്ണാണെങ്കിൽ മറുപടി ഒന്നും പറയാതെ അവിടുന്ന് അങ്ങനെ കടന്നു പോവാണ്. കട്ട് ചെയ്ത അന്ന് നൈറ്റ് നമ്മുടെ ആൾക്കാരെല്ലാവരും ഇതുപോലെ ഗ്രാമത്തിൽ കാവൽ നിൽക്കുകയാണ്. മീറ്റ്സികയാണെങ്കിൽ അവൻ അറിഞ്ഞ കാര്യങ്ങളൊന്നും തന്നെ ആരോട് ഷെയർ ചെയ്തിട്ടില്ല. പിന്നെ ഒരു പോലീസ് ഓഫീസർ അവിടേക്ക് വന്ന് ചില കാര്യങ്ങൾ ഇപ്പൊ നമ്മുടെ ആൾക്കാരോട് സംസാരിക്കാൻ തുടങ്ങും. മറ്റൊരു ഭാഗത്ത് ആ ബ്രദറും സിസ്റ്ററും അവരാണെങ്കിൽ അവരുടെ ലിസ്റ്റിലുള്ള അവസാനത്തെ വിങ് സ്റ്റൈൽ യൂസർ ആളുടെ തൊട്ടു പിന്നിൽ എത്തിയിരിക്കുകയാണ്. അത് മറ്റാരുമല്ല, ആ ഷോപ്പ് ഓണർ. അവരെപ്പോഴത്തേതും പോലെ സ്മോക്ക് ബോംബ് ഉപയോഗിച്ച് ആളെ തകർത്ത് താഴെയിടും. അതിനുശേഷം ആളെ ചെക്ക് ചെയ്യാനായിട്ട് അവന്റെ അടുത്തേക്ക് വരികയാണ്. അടുത്ത നിമിഷം അവൻ ചാടി എഴുന്നേറ്റ് അവന്റെ കത്തി പുറത്തെടുക്കും. എന്ത് കരുതി ഞാൻ വെറും ഒരു വിഡ്ഢിയാണെന്നോ? ഓൾറെഡി നിങ്ങളുടെ ടാറ്റിക്സ് എല്ലാം തന്നെ ഞാൻ ന്യൂസ് പേപ്പറിലൂടെ മനസ്സിലാക്കിയതാണ്. സോ നിങ്ങൾക്ക് എന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല, നിങ്ങൾ രണ്ടുപേരും ഇപ്പൊ എന്റെ കയ്യിൽ പെട്ടിരിക്കുകയാണ്. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത പോലീസ് ആണെങ്കിൽ ഇപ്പൊ ആ ഒരു ഷോപ്പ് ഓർഡറിനെ കുറിച്ച് കുറെ സത്യങ്ങൾ അവരോട് പറയാണ്. ആക്ച്വലി യഥാർത്ഥ കൾപ്രിറ്റ് അത് ആ ഷോപ്പ് ഓണറാണ്. അവൻ ഒരുപാട് ക്രൈമുകൾ ചെയ്തിട്ടാണ് ഇവിടേക്ക് വന്നത്. സോ നമ്മൾ ആദ്യം കണ്ടുപിടിക്കേണ്ടതും ചെയ്യേണ്ടതും അവനെയാണെന്ന് പറഞ്ഞ് ഇപ്പൊ നമ്മുടെ ആൾക്കാരും ആ പോലീസും എല്ലാവരും അവനെ ലക്ഷ്യമാക്കി ഓടും. അതേസമയം ഇവിടെ ആ ഗ്രോസറി ഷോപ്പുകാരൻ അവനാണെങ്കിൽ അവന്റെ വിങ് സ്റ്റൈൽ പവർ ഉപയോഗിച്ച് ആ ബ്രദറിനെയും സിസ്റ്ററിനെയും അച്ചരം പൊച്ചറ അറ്റാക്ക് ചെയ്യാണ്. അവർക്കാണെങ്കിൽ ആ ഒരു അറ്റാക്ക് കാണുമ്പോൾ തന്നെ പിടികിട്ടും അവരുടെ പപ്പയെ കൊന്ന ആ വിങ് സ്റ്റൈൽ യൂസർ അത് മറ്റാരുമല്ല, ഇവൻ തന്നെയാണെന്ന്. അവനാണെങ്കിൽ കൂടുതൽ പവറിൽ അവന്റെ പവർ അവർക്ക് നേരെ റിലീസ് ചെയ്യും. അടുത്ത നിമിഷം മീറ്റ്സിക ചാടി വീണ് അവന്റെ പവർ ഉപയോഗിച്ച് അത് റെസിസ്റ്റ് ചെയ്യാണ്. ആ ഷോപ്പ് ഓണർ ആണെങ്കിൽ നമ്മുടെ ആൾക്കാരോട് നിലവിളിച്ച് പറയും, ഇവരാണ് ആ വില്ലന്മാര്, എത്രയും വേഗം ഇവരെ അറസ്റ്റ് ചെയ്യണം. പയ്യനാണെങ്കിൽ ദേഷ്യപ്പെട്ട് പറയും, അവൻ തന്നെയാണ് എന്റെ പപ്പയെ കൊന്നത്, അവന്റെ നെഞ്ചില് ആ ക്രോസ് ചിഹ്നം ഉണ്ടെന്ന് പറയും. ഉടനെ ഷോപ്പ് ഓണർ ആണെങ്കിൽ അവന്റെ ഷർട്ട് ഊരി കാണിക്കുകയാണ്, എന്റെ ബോഡിയിൽ അങ്ങനെ യാതൊന്നുമില്ല. പക്ഷേ അടുത്ത നിമിഷം മീറ്റ്സികയുടെ ക്യാറ്റ് അതങ്ങനെ ചാടി വന്ന് അവന്റെ നെഞ്ചില് മാന്തി പൊളിക്കുകയാണ്. അപ്പൊ അവര് കാണും അവന്റെ ബോഡിയിലെ ആ ഒരു ക്രോസ് മാർക്ക്.
പോലീസ് ആണെങ്കിൽ ഇത് സ്പോട്ട് അവനെ അറസ്റ്റ് ചെയ്യും. നീയാണ് ഒരുപാട് കുറ്റങ്ങളൊക്കെ ചെയ്ത് ഇവിടേക്ക് എത്തി ആരും അറിയാതെ ഒളിച്ചു താമസിക്കുന്ന ദ റിയൽ കൾപ്രിറ്റ്. സോ ജയിലിലേക്ക് പോകേണ്ടത് അത് നീയാണെന്ന് പറഞ്ഞ് അവനെ കൊണ്ടുപോകും. ഇതാ നെക്സ്റ്റ് ഡേ ആ ബ്രദറും സിസ്റ്ററും അവർ രണ്ടുപേരും ഇപ്പൊ നമ്മുടെ ആൾക്കാരോട് യാത്ര പറയാണ്. അവസാനമായി ആ പെൺകുട്ടി അവൾ ആ ക്യാറ്റിന് ഫുഡ് കൊടുത്ത് അവിടുന്ന് കടന്നു പോകുന്നതോടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.